അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കട്ടെ മേലെ പറമ്പിൽ വീട്. ജീവിതം മുഴുവനും മക്കൾക്കു വേണ്ടി ചോര നീരാക്കി സമ്പാദിച്ചവർ, മക്കളുടെ സ്നേഹപരിചരണങ്ങൾ ലഭിക്കേണ്ട വാർദ്ധക്യ നാളുകളിൽ ഏകാന്തതയിൽ കഴിയാൻ വിധിക്കപ്പെട്ടവർ, മക്കളുടെയും ചെറുമക്കളുടെയും സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ മാതാപിതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ മേലെ പറമ്പിലെ വീട്. അമ്മേ, അടുത്ത ആഴ്ച ഞാൻ സിംഗപ്പൂർക്ക് പോവുകയാണ്. ടിക്കറ്റ് ശരിയാക്കിയിട്ട് വരാം. ഇവിടെ നെറ്റൊന്നും കിട്ടുന്നില്ല. കളമശ്ശേരി ചന്തയിലേക്ക് മീൻ വാങ്ങാൻ പോകുന്നത് പോലെയാ ഇവന്റെ ഒരു പോക്ക്. ഷിബുമോനെ, ഇച്ചാച്ചിന്റെ പിറന്നാൾ അടുത്ത മാസം 14-ാം തീയതിയാണ്, മറക്കണ്ട. ഞാൻ നിന്റെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ വിളിക്കാൻ പോവുകയാണ്. എല്ലാരും വന്നത് തന്നെ. നിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഈ അമ്മയ്ക്ക് ഒന്ന് കണ്ണടയ്ക്കാൻ. അമ്മേ, ഞാനൊരു സിംഗപ്പൂർക്കാരെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്നാലോ? വല്ലത് പറഞ്ഞാലുണ്ടല്ലോ, മര്യാദക്ക് മലയാളം വെള്ളം പോലെ പറയുന്ന ഒരെണ്ണം മതി നമ്മുടെ കുടുംബത്തില്. നിന്റെ ചേട്ടന്മാരെല്ലാം കെട്ടിയിട്ട് എന്തായി? ഒക്കെ വിദേശത്ത്. മോനെ, ചാച്ചന്റെയും അമ്മച്ചിയുടെയും കാലം കഴിയുമ്പോൾ മോനെ ആരാ ഇത്തിരി വെള്ളം മനത്തി തരാനുണ്ടാക? എന്റെ പൊന്നമ്മയല്ലേ, കരയാതിരിക്കെ. ഈ പ്രാവശ്യത്തെ സിംഗപ്പൂർ പോക്കിന് ഒരു കാര്യം ശരിപ്പെടുത്തി കൊണ്ടുവരാം. ഇപ്പോഴും നിന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അമ്മണിക്കുട്ടി, ബ്രേക്ക്ഫാസ്റ്റ് വേഗം ശരിയാക്ക്. പിള്ളേർക്ക് ഫോൺ വിളിക്കാനുണ്ട്. ഇപ്പൊ വിളിച്ചാലേ കിട്ടുള്ളൂ. ജോസുട്ടി മോനെ, അപ്പന്റെ 80-ാം പിറന്നാളാണ് അടുത്ത മാസം 14-ാം തീയതി. സ്റ്റെല്ലയെയും മക്കളെയും കൂട്ടി നീ വരില്ലേ? അമ്മേ, അങ്ങ് ഓടി വരാൻ ഞാൻ അടുത്തെങ്ങാനാണോ? സ്റ്റെല്ലയ്ക്കും എനിക്കും ലീവ് കിട്ടില്ല. പിള്ളേർക്കാണേൽ പരീക്ഷയും. മോനെ, നിങ്ങളുടെ ചാച്ചൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ നിനക്കൊക്കെ ലീവ് എടുക്കാൻ പറ്റാത്ത വിധം ജോലിയൊക്കെ ആയത്. എന്റെ അമ്മേ, ഈ ജോസൂട്ടി പറയുന്നത് അമ്മ ഒന്ന് കേൾക്ക്. അപ്പന്റെ പിറന്നാളിന് വന്നാൽ 10 വർഷം കഴിയുമ്പോ അമ്മയുടെ 80-ാം പിറന്നാൾ ആവില്ലേ? അന്നത്തെ വരവ് അങ്ങ് മുടങ്ങും. അതുകൊണ്ടാണ് ഇപ്പോ വരാത്തത്. അന്ന് അമ്മയുടെ പിറന്നാൾ ഞാനും സ്റ്റെല്ലയും മക്കളും കൂടി അടിച്ചു പൊളിക്കും. എനിക്ക് ഒന്നും കേൾക്കണ്ട. അപ്പന്റെ പിറന്നാളിന് വരാത്തൻ 10 വർഷം കഴിഞ്ഞുള്ള എന്റെ പിറന്നാളിനും വരണ്ട. നിങ്ങളെയൊക്കെ വളർത്തി ഇത്രയാക്കിയതിനുള്ള പ്രതിഫലം കൊച്ചമ്മേ, എന്താ ജോസൂട്ടി വരില്ലേ? ഞാനിവിടെ ജോലിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടില്ല. എന്റെ അമ്മണിക്കുട്ടി, അവരങ്ങ് അമേരിക്കയിലല്ലേ? ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവന്റെ സുഹൃത്താണത്രേ. ഒബാമ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒബാമ അവന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. ഈ ഉള്ളവൻ അവന്റെ അപ്പനാണെന്ന് അറിയാമോ ആവോ? വലിയ സാറ് വിഷമിക്കാതിരിക്കെ. പിള്ളേര് വലുതാകുമ്പോൾ ഇങ്ങനെയാ. അടയ്ക്കയായാൽ മടിയിൽ വെക്കാം, അടയ്ക്കാ മരമായാൽ പറിച്ചു നടണം എന്നല്ലേ ചൊല്ല്. മാമ്പുവും മക്കളെയും കണ്ട് കൊതിച്ചിട്ട് കാര്യമില്ല. എന്റെ പൊന്നെ, ജോസൂട്ടി വരില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. തോമാച്ചനും റോസ്മേരിയും ഡെയ്സിയും ഒക്കെ വരില്ലയോ? എന്റെ എലിക്കുട്ടി, ജോസൂട്ടിക്ക് ഉള്ള പോലെ തന്നെ തിരക്ക് അവർക്കും കാണത്തില്ലയോ? ആരൊക്കെ വന്നില്ലെങ്കിലും താഴെയുള്ള ഡെയ്സി പെണ്ണെങ്കിലും വരും. ഞാൻ അവൾക്കൊന്ന് വിളിക്കട്ടെ. എടി ഡെയ്സി പെണ്ണെ,
ഇത് അമ്മയാണ്. അപ്പന്റെ പിറന്നാൾ ഈ വരുന്ന മാസം 14-ാം തീയതിയാണെന്ന് എനിക്കറിയാലോ. എന്ത് തിരക്കുണ്ടെങ്കിലും എല്ലാം മാറ്റിവെച്ച് ഇങ്ങ് എത്തണം. അമ്മ എന്തായി പറയണേ? എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. ചാക്കോച്ചന് ലീവില്ല. അപ്പൻ കേക്ക് മുറിക്കുമ്പോൾ സ്കൈപ്പില് വന്നോളാം. എനിക്ക് ഇവിടെ ഇരുന്നാലും അതിൽ സംബന്ധിക്കാമല്ലോ. വേണ്ട, നീ സ്കൈപ്പിൽ അവിടെ തന്നെ ഇരുന്നാ മതി. ഓരോന്നിനെയും വളർത്തിയതിനുള്ള ഒരു കൂലി. എന്റെ എലിക്കുട്ടി, എന്തിനാ ഇവരെയൊക്കെ വിളിക്കുന്നത്? നമ്മൾ രണ്ടുപേരും മതി ഈ വയസ്സുകാലത്ത്. തോമാച്ചൻ വരുമായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും അവന് കുറച്ചെങ്കിലും നമ്മോട് സ്നേഹമുണ്ട്. അതുകൊണ്ടല്ലേ 3 വർഷം മുമ്പ് അവൻ വന്നത്. എന്റെ എലിക്കുട്ടി, നീ അത് മറന്നോ? അന്ന് അവൻ വന്നത് സ്റ്റെല്ലയുടെ അപ്പന്റെ ബർത്ത്ഡേക്കാണ്. അതല്ലാതെ നമ്മളെ കാണാനൊന്നുമല്ല. എന്തായാലും തോമാച്ചനെയും റോസ്മേരിയും കൂടി ഒന്ന് വിളിക്കട്ടെ. എല്ലാവർക്കും ഓരോരോ തിരക്കുകള്. ഞാൻ പറഞ്ഞില്ലേ അവരൊന്നും വരില്ല എന്ന്. എന്നെയും നിന്നെയും ഒന്നല്ല. ഈ കാണുന്ന സമ്പത്ത് മാത്രം മതി. എലിക്കുട്ടി, ഞാൻ കുറച്ചു നേരം പോയി കിടക്കട്ടെ. പണ്ടത്തെ പോലെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു പണി കണ്ടുവച്ചിട്ടുണ്ട്. ചാച്ചന്റെ മക്കളെല്ലാം ഉടൻ ഇവിടെ പറന്നെത്തും. ജോസുട്ടി, ഇത് അമ്മയാ. ചാച്ചൻ അറിയാതെയാണ് ഞാൻ വിളിക്കുന്നത്. ചാച്ചന്റെ പിറന്നാൾ ദിവസം സ്വത്തെല്ലാം സിസ്റ്റേഴ്സ് നടത്തുന്ന അനാഥാലയത്തിലേക്ക് എഴുതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. 100 പറ കണ്ടവും ചമ്പക്കരയിലുള്ള 50 ഏക്കറോ സ്ഥലവും ഒക്കെ. അതെ, ചാച്ചന് സ്വത്ത് വേണമെങ്കിൽ തലേ ദിവസം തന്നെ പോരെ. തോമാച്ചൻ ചിലപ്പോൾ ഒരാഴ്ച മുമ്പ് വന്നെന്നിരിക്കും. ഞാൻ ഫോൺ വെക്കുക. ഇത് തോമാച്ചനല്ലേ? ഇത് അമ്മയാ വിളിക്കുന്നേ. നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ചാച്ചന്റെ 80-ാം പിറന്നാൾ ദിനത്തില് സ്വത്തെല്ലാം മേരിക്കുഞ്ഞിന്റെ സിസ്റ്റേഴ്സിന്റെ അനാഥാലയത്തിലേക്ക് എഴുതി കൊടുക്കാനാ തീരുമാനം. അതിന് മേരിക്കുഞ്ഞിന് സ്വത്തൊന്നും വേണ്ടെന്നും പറഞ്ഞ് വളർത്തി പോയതല്ലേ? പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം? അവൾക്കല്ല, അവൾ നടത്തുന്ന അനാഥാലയത്തിലേക്കാ. അപ്പന്റെ സ്വത്ത് എന്തെങ്കിലും വേണമെങ്കിൽ വേഗം പോരെ. ജോസുട്ടി ഒരാഴ്ച മുമ്പ് എത്തുമായിരിക്കും. അച്ഛൻ മോനും സിസ്റ്റർ മോനും എല്ലാം ആ ദിവസം എത്താമെന്ന് പറഞ്ഞിരിക്കണം. ഞാൻ ഫോൺ വെക്കാം. നീ ഇതിന് വേറെ ആരോടും പറയണ്ട. കൊച്ചമ്മേ, എന്താ ഇന്ന് ഉച്ചയൂണിന് വെക്കേണ്ടത്? മീൻ വറ്റിച്ചതും മോര് കാച്ചിയതും അച്ചിങ്ങ തോരനും ആയിക്കോട്ടെ. ഞാൻ കുറച്ച് തിരക്കില്ല. അടുക്കളയിലേക്ക് വരാൻ നേരമില്ല. മത്തായി സാറിന് കുറച്ച് മാങ്ങാച്ചമ്മന്തി ഉണ്ടാക്കി. സാറിന് ഈയിടെയായിട്ട് വായിക്ക് നല്ല രുചിയില്ല. ആരാ? അമ്മാമേ, ഇത് ഞങ്ങളാ. അടുത്ത വീട്ടിലെ മാണിച്ചേട്ടന്റെ കൊച്ചുമക്കൾ വർക്കിയും റോസും. കേറി വരീൻ പിള്ളേരെ. എന്താ മക്കൾ പോകുന്നത്? ഇന്ന് സ്കൂളിൽ പോയില്ലേ? വല്ലിപ്പപ്പ വീണ് കിടപ്പിലായി. പപ്പയ്ക്ക് ജോലിയുമില്ല. ഭക്ഷണം കൊണ്ട് പോകാൻ ഇല്ലാത്തോണ്ട് അമ്മ പറഞ്ഞു ഇന്ന് സ്കൂളിൽ പോണ്ടാന്ന്. അമ്മിണിക്കുട്ടിയെ, എടി അമ്മിണിക്കുട്ടിയെ, ഈ പിള്ളേർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്ക. മക്കളെ, അമ്മിണിക്കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലും. എന്താ നിന്റെ മുഖത്ത് ഒരു വിഷാദം? മക്കളെയൊക്കെ ഫോൺ വിളിച്ചു കഴിഞ്ഞു.
നമ്മുടെ അടുത്ത വീട്ടിലെ മാണിച്ചേട്ടന്റെ കൊച്ചുമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. ഭക്ഷണം കൊടുത്തയക്കാൻ ഇല്ലാത്തത് കൊണ്ട് അവറ്റകളെ ഇന്ന് സ്കൂളിൽ വിട്ടില്ല. എന്റെ എലിക്കുട്ടി, എത്ര കൊച്ചു മക്കള് കൂടി കളിക്കേണ്ട വീടാണിത്. അതിനുള്ള യോഗം നമുക്കില്ലാതായല്ലോ. ആ പിള്ളേരെ നമുക്ക് ഇവിടെ നിർത്തി പഠിപ്പിച്ചാലോ? മാണിയാണെങ്കിൽ വീണ് കിടപ്പില്ല. ഈ പിള്ളേരുടെ പപ്പയ്ക്കും ജോലിയൊന്നുമില്ല. എന്താ അഭിപ്രായം? നീ പറഞ്ഞത് ശരിയാ. അവറ്റയുടെ ചിരിയും കളിയും കാണുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമാകും. നീ മാണിയുടെ ഭാര്യ കത്രീനയെ വിളിച്ചു പറയേ. മക്കള് ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇനി മക്കള് ഈ അപ്പാപ്പന്റെയും അമ്മമ്മയുടെയും അടുത്ത് നിന്ന് പഠിച്ചാൽ മതി. കത്രീന അമ്മാമ്മയോട് മത്തായി അപ്പാപ്പൻ വിളിക്കുന്നു എന്ന് പറയണം കേട്ടാ. ശരി അമ്മാമേ. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം കുഞ്ഞുങ്ങൾ വന്നപ്പോ നിങ്ങൾക്ക് 10 വയസ്സ് കുറഞ്ഞതുപോലെ. നീ പറഞ്ഞത് വളരെ ശരിയാ. അച്ഛമോന്റെ ഫോണുണ്ടായിരുന്നു. ചാച്ചന്റെ പിറന്നാളിന് അച്ഛമോനും സിസ്റ്റർ മോളും വരുന്നുണ്ടത്രേ. ഏലിക്കുട്ടി, ഗേറ്റ് കിടന്ന് ഒരു കാറില് വരുന്നത് ആരാണാവോ? ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ചാച്ച. ചാച്ചന്റെ ബർത്ത്ഡേക്ക് ഒരാഴ്ച മുമ്പേ എത്താമെന്ന് കരുതി. അമ്മച്ചി, ഈ പ്രാവശ്യം ചാച്ചന്റെ ബർത്ത്ഡേ ഗംഭീരാക്കണം. ലീവ് ഒന്നുമില്ലായിരുന്നു. എങ്കിലും ചാച്ചന്റെയും അമ്മച്ചിയുടെയും ഒരു ആഗ്രഹമല്ലേ, അതുകൊണ്ട് ഇങ്ങ് പോന്നു. അല്ല അമ്മേ, ഈ പിള്ളേരേതാ? അത് നമ്മുടെ പണ്ടത്തെ കാര്യസ്ഥൻ മാണിച്ചേട്ടന്റെ മകൻ ബെന്നിയുടെ മക്കളാ. മാണിച്ചേട്ടൻ വീണ് കിടപ്പിലായി. ബെന്നിക്കാണെങ്കിൽ ജോലി ഒന്നും ആയിട്ടില്ല. ചാച്ചൻ പറഞ്ഞു ആ പിള്ളേര് ഇവിടെ നിന്ന് പഠിക്കട്ടെ എന്ന്. നിനക്കറിയോ മാണി എന്തുമാത്രം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്? അവറ്റകള് വന്നപ്പോ നമ്മുടെ ചാച്ചന്റെ ക്ഷീണമൊക്കെ അങ്ങ് പോയി. നിന്ന് അവകാശത്തിന് വരോ? എന്റെ പിള്ളേര് അനുഭവിക്കേണ്ടതാ. അപ്പം കേക്കൽ ഇപ്പൊ ഒന്നും പറയണ്ട. നീ പോയി ക്ഷീണമൊക്കെ മാറ്റ്. ഇതാരാ? ഡെയ്സി പെണ്ണ? നീ അവിടെ ഇരുന്ന് അപ്പം കേക്ക് മുറിക്കുന്നത് സ്കൈപ്പിലോ ടിവിയിലൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് എന്തിയേ? അത് പിന്നെ അമ്മിച്ചിയുടെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് കരുതി. ചേട്ടന്റെ ബിസിനസ് ടൂർ മാറ്റിവെച്ചിട്ടാണ് പോന്നിരിക്കുന്നത്. ഇവിടത്തെ ബിസിനസ്സിൽ നഷ്ടം വന്നാലോ അല്ലേ? എന്റെ ഡെയ്സി മോളെ, ഇന്നലെ ഇന്നൊന്നും കാണാൻ തുടങ്ങിയതല്ലല്ലോ നിന്നെ. എന്ത് പറ്റി? എല്ലാവരും നേരത്തെ എത്തിയല്ലോ. നാളെ നമ്മുടെ ചാച്ചന്റെ പിറന്നാള്. എല്ലാവരും കൂടി കെങ്കേമമാക്കണം. പിറന്നാൾ ദിനം
എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞല്ലോ. എനിക്ക് സന്തോഷമായി. മക്കളെ, നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതിന് ഞാൻ എടുത്തൊരു അടവാണിത്. അപ്പൻ സ്വത്ത് ആർക്കും കൊടുത്തിട്ടില്ല. അപ്പന്റെ സ്വത്തിന് മക്കൾക്കാണല്ലോ അവകാശം. നിങ്ങൾക്ക് ആവശ്യത്തിന് സ്വത്തുണ്ടല്ലോ. പണത്തിനേക്കാൾ വലുത് ബന്ധങ്ങളാണ് മക്കളെ. നമ്മൾ ഉണ്ടാക്കുന്ന ഈ സമ്പാദ്യം ഇവിടെ ഇട്ടേച്ചു പോകാനുള്ളതാണ്. അപ്പന്റെ സ്വത്ത് എനിക്കൊന്നും വേണ്ട. എനിക്കും സ്വത്തിന്റെ ആവശ്യമില്ല. ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് ഒരു ഓഹരി കൊടുത്താൽ നല്ലതായിരുന്നു. മേരിക്കുഞ്ഞ് പറഞ്ഞതാ ശരി. ഉള്ളവൻ ഇല്ലാത്തവനുമായി പങ്കുവെക്കണം. മാണിയും മകൻ ബെന്നിയും ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. മക്കളെ, ചാച്ചൻ പറഞ്ഞു വരുന്നത് ഈ വീടും 20 സെന്റ് പറമ്പും ഞങ്ങളുടെ കാലശേഷം ബെന്നിയുടെ കുഞ്ഞുമക്കളുടെ പേരിലാക്കാനുള്ള ആഗ്രഹമാണ്. ബാക്കി സ്വത്തെല്ലാം നിങ്ങൾക്കുള്ളത് തന്നെയാണല്ലോ. അപ്പന്റെ ആഗ്രഹം അതാണെങ്കിൽ അത് നടക്കട്ടെ. ചേട്ടനച്ചൻ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ഈ ലോകത്തിലെ സമ്പാദ്യം കൊണ്ട് സ്വർഗത്ത് നിക്ഷേപം കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് കാര്യം? അങ്ങനെയെങ്കിൽ ചാച്ചന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, അല്ലേ? മാണിച്ചേട്ടന്റെ കൊച്ചുമക്കളെ പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മാണിച്ചേട്ടന്റെ ചികിത്സയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ബെന്നിക്കൊരു ജോലി ശരിയാക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. മാണിച്ചേട്ടന്റെ കുടുംബത്തിനുള്ള ചെലവിന് വരുന്ന രൂപ ഞാൻ കൊടുത്തുകൊള്ളാം. എന്റെ കാര്യപ്പ ആരാ നോക്കുന്നേ? അമ്മിക്കുട്ടിയുടെ കാര്യം ഞാനേ ഏറ്റുന്നേ. അപ്പാപ്പനെയും അമ്മാമയും ഞങ്ങൾ നോക്കിക്കോളാം. അത് പറ്റില്ല. മേലേപ്പറമ്പിലെ തറവാട്ടിലെ മക്കൾക്കുള്ളതാ അവകാശം. എന്റെ മനസ്സ് നിറഞ്ഞ മക്കളെ, ഇനി എല്ലാ വർഷവും മേലെ പറമ്പിലെ മക്കൾ ഈ തറവാട്ടിൽ ഒത്തുകൂടും. ചാച്ചൻ പറഞ്ഞതുപോലെ ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നമുക്ക് എല്ലാ വർഷവും ഈ തറവാട്ടിൽ ഒരുമിച്ച് കൂടണം.